ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഖത്തറിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഷെജീർ വർക്ക് ചെയ്യുന്ന ഷോപ്പിലൊക്കെ പോയി യാത്ര പറഞ്ഞത് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഞങ്ങളവിടെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ എയർപോർട്ട് വരുന്നത്. ഒരുപാട് ലോങ് ഒന്നുമില്ല. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് വൈകുന്നേരം 6 മണിക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2.5 മണിക്കൂർ മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചധികം ടെൻഷൻ അടിച്ചൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ അന്ന്. അതെന്തായാലും ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ഞാനും ഐസും മാത്രമായിട്ടാണ് കേട്ടോ പോണത്. ഷെജീർ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ടെൻഷനും ഉണ്ട്. ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഖത്തർ ടു ഷാർജയാണ് ഫസ്റ്റ്. പിന്നെ അവിടെ 1 അവർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഷാർജ ടു കൊച്ചിയാണ്. വരുമ്പോൾ ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടൈം ആണല്ലോ എങ്ങനെ. അപ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. എങ്ങനെ ഞാനും ഐസും ഒറ്റയ്ക്കല്ലേ, എങ്ങനെ ആവാന്നൊന്നും അറിയില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുന്നേക്കെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബോഡി ബസ്സിന് ലഗേജ് കളക്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ആയിരുന്നു കേട്ടോ പോകുമ്പോൾ. പിന്നെ ഷെജീർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിന്നെ കുറച്ച് ആശ്വാസമായിരുന്നു. ഇവിടെ നിന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അന്ന് നാട്ടിൽ നിന്ന് വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ബോഡി പാസും ലഗേജ് കളക്ട് ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരക്ക് കഴിഞ്ഞ് പോയപ്പോഴാണെന്നുണ്ടെങ്കിലോ ഞങ്ങൾ ലഗേജിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മാറ്റി പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 54-53 കിലോമീറ്റർ കൊണ്ടുപോയിരുന്നു കേട്ടോ. അതിലിപ്പോൾ ഞങ്ങൾ ഏകദേശം 2 കിലോമീറ്റർ കുറച്ചിട്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2 കാർഡ്ബോർഡ് ബോക്സിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു കാർഡ്ബോർഡ് ബോക്സ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് വേറെ ബാഗിലോട്ട് പാക്ക് ചെയ്യാനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഒരു 3/4 മണിക്കൂറൊക്കെയാണ് അവർ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞങ്ങളെ ബാഗൊക്കെ വാങ്ങി പാക്ക് ചെയ്യലും നടന്നില്ല. അവർ പറഞ്ഞ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ പാക്ക് ചെയ്ത് മാറി പാക്ക് ചെയ്ത്. പക്ഷേ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി 1 അവർ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് നോക്കിയിട്ട് ലഗേജ് ഇല്ലാതെ ഞങ്ങളൊക്കെ ഒറ്റക്കായിട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് നോക്കിട്ടോ. പക്ഷെ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതാ ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോണതാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയ പാടെ ഞങ്ങൾ വേറെ ടിക്കറ്റ് എടുത്ത് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോണത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിനു ശേഷം ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഫ്ലൈറ്റ് പുലർച്ചെ 3 മണിക്കാണ് ഉണ്ടായിരുന്നത്. അതുവരെ ഞങ്ങൾ എയർപോർട്ടിൽ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ഒന്നായിരുന്നില്ല കേട്ടോ. മൊത്തത്തിൽ ടെൻഷനായിരുന്നു. കാരണം ആ ഒരു ഫ്ലൈറ്റ് മിസ്സായതും റീഫണ്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 6 മണിക്കായിരുന്നല്ലോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ഫ്ലൈറ്റ് 3 മണിക്കാണ് പുലർച്ചെ. അത്രയും നേരം ഞങ്ങൾ എയർപോർട്ടിൽ ഇരിക്കുകയാണ് ചെയ്തത്. ഏകദേശം 8 മണിക്കൂറായിട്ട് ഞങ്ങൾ ഖത്തർ എയർപോർട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനി റൂമിൽ പോയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിന്റെ മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. മൊത്തത്തിൽ നല്ല ടെൻഷനിലായിരുന്നു. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ഇതാ അപ്പോൾ ഞങ്ങൾ ബോഡി പാസും കാര്യങ്ങളൊക്കെ കിട്ടി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. എയർ അറേബ്യ തന്നെയാണ് നെക്സ്റ്റ് ഫ്ലൈറ്റും പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഉള്ളതും. പിന്നെ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഷാർജയിൽ ഒരു 1 അവർ ആണ് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷാർജയിൽ ഏകദേശം ഒരു 6-7 അവറൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതാലോചിച്ചിട്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം മൊത്തത്തിൽ എല്ലാം കൊണ്ടും ടെൻഷനായിരുന്നു. പിന്നെ ഇത് ഐസുവിനെ കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ഷെജീറും ഉണ്ടായിരുന്നല്ലോ. ഇനി ഒറ്റയ്ക്ക് എങ്ങനെ ഇത്രയും മണിക്കൂർ അവളെ മാനേജ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വിൻഡോ സീറ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. വിൻഡോ സീറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള 2 സീറ്റായിരുന്നു എനിക്കും ഐസുവിനുള്ളത്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണെന്നുണ്ടെങ്കിലോ മൊത്തത്തിൽ നല്ല ടെൻഷനായിരുന്നു കേട്ടോ. സങ്കടവും അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴൊക്കെ ഒരു നല്ല ടെൻഷനായിരുന്നു കേട്ടോ. ഇവിടുന്ന് പോകാന്നുള്ള എൻ്റെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നല്ല സങ്കടമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ. ഐസുനാന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ് കേട്ടോ. നാട്ടിലോട്ട് വരുന്ന ആ ഒരു നല്ല സന്തോഷമാണ്. പിന്നെ അവൾ ഷെജീർ ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഷെജീറിനെയും കൊണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ട എന്താന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനുള്ള അങ്കാണ് കേട്ടോ. ഞാൻ എന്താണ് കോഴിയോ അല്ലാന്നുണ്ടെങ്കിൽ പട്ടിയാണോ എന്നൊക്കെയാണ് ഇത് ചോദിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടേന്. അങ്ങനെ എന്താ ഫ്ലൈറ്റ് പൊങ്ങിയതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ഉണ്ട് ഇത്. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ ഷാർജയ്ക്ക് പോകുന്ന ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതെങ്ങനെയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഐസ് പിന്നെ കുറച്ച് ടൈമൊക്കെ വാശി പിടിച്ച് പിന്നെ അങ്ങനെ അവളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ ഒരു 1 അവർ 2 അവർ ഒക്കെ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയതും ലാൻഡ് ചെയ്തതും ഒക്കെ പെട്ടെന്നായിരുന്നു. ഞാനിങ്ങനെ വിൻഡോ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ലേഡി എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് എടുത്ത് വന്ന വീഡിയോ ഉണ്ട് ഇത്. ഇതിപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഷാർജയിൽ. ഞാനാണെന്നുണ്ടെങ്കിൽ ഷാർജ എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അതിന് മുന്നായിട്ട് വേറെ ഏതൊരു പ്ലേസിലാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എയർപോർട്ടിലേക്ക് കുറച്ച് തന്നെ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഒക്കെയാണ് അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഫ്ലൈറ്റ് ഇറങ്ങിയ പാടെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വന്ന ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മലയാളിനെ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ടോ. ബസ്സിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്.
ബസ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം എല്ലാവരും ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബസ് എടുത്തതിന് ശേഷം പിന്നെ അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫൈനലി ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എവിടെയാണോ നമ്മൾ ഫ്ലൈറ്റും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ. ഫ്ലൈറ്റ് എന്തായാലും 6 hour ഒക്കെ കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാവധാനം ഇനി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എന്തായാലും പെട്ടെന്ന് ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ട് തിരഞ്ഞിടന്ന് അങ്ങനെ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ അത്യാവശ്യം ഒരുപാട് ടൈം ഇരിക്കണോണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിന്ന് തലേ ദിവസം കൊണ്ടുവന്നാണല്ലോ റൈസ് വേറെയും പിന്നെ മസാല വേറെ ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഷാർജയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ അത്ര വലിയൊരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ടെൻഷനായിട്ടും ഒക്കെ പാടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ഒക്കെ എടുക്കാറായ ഒരു ടൈമിലാണ് പിന്നെ കുറച്ച് കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വാഷ്റൂമിലാണ് കേട്ടോ പോയത്. വാഷ്റൂമിൽ പോയിട്ട് പിന്നെ ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ബോഡി വാഷ് എടുത്തിട്ട് പിന്നെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരുപാട് ടൈം ഉണ്ടല്ലോ, ഇനി എന്തായാലും ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഈ ഒരു പാർക്ക് ഉണ്ടത്. അപ്പോൾ ഐസുവിന് എന്തായാലും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോഴാണ് ഈ ഒരു പാർക്ക് ഉണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഐസ് പിന്നെ ഫുള്ള് പാർക്കിലായിരുന്നു. എനിക്കാന്നുണ്ടെങ്കിൽ നല്ല ബോറിംഗ് ആയിരുന്നു. കാരണം ഒരു മലയാളികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ ഫോണിലാന്നുണ്ടെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു 2-3 ക്ലിപ്സ് തന്നെ ഉണ്ട് അവിടെ ഇരുന്ന് എടുത്തിട്ടുള്ളൂ. അവിടെ ഒരുപാട് ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു. ചാർജ് ചെയ്യാനായിരുന്നു കേട്ടോ പിന്നെ പ്രശ്നം. കാരണം നമ്മുടെ നോർമൽ പിന്നെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ 2-3 പേരോടൊക്കെ ചോദിച്ച് അങ്ങനെ ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആക്കി കുറച്ച് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നീടുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് എടുക്കാനും പറ്റിയത്. കാരണം എന്റെ ഫോൺ അങ്ങനെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ഒരു നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ. ഈ ഫ്ലൈറ്റിൽ കയറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈനിൽ ഒരുപാട് ടൈം നിന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ടൈം ഇങ്ങനെ നിൽക്കണ കാരണം. ഈ ഫ്ലൈറ്റ് പിന്നെ ഷാർജ ടു കൊച്ചി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫുള്ള് മലയാളികൾ തന്നെ ആയിരുന്നു അധികം. പിന്നെ അങ്ങനെ ഇതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വിൻഡോ സീറ്റിനെ ഉണ്ട് കിട്ടിയത്. ഐസാന്നുണ്ടെങ്കിൽ പാർക്കിൽ ഫുള്ള് കളിയായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ടയർഡായിട്ട് പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അവൾ ഈ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിലൊക്കെ അവൾ ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ കയറിയ പാട് അവൾ ഉറങ്ങുകയും ചെയ്തു. പിന്നെ മുന്നത്തെ ഫ്ലൈറ്റിലെ പോലെ അല്ല കേട്ടോ. ഈ ഒരു ഫ്ലൈറ്റിൽ 5 hour ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവള് പിന്നെ കൊച്ചിയിൽ എത്തോളം അവള് നല്ല ഉറക്കത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുന്നത്തെ ഫ്ലൈറ്റിൽ കയറിയത് നോക്കുമ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് അത്ര ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് പോരുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ എത്തുമ്പോഴത്തിന് അത് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിലേക്ക് ഒരുപാട് ടൈം ഇരുന്നോണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്ലൈറ്റിലധികം ഞാനും ഉറങ്ങുന്നതായിരുന്നു. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ ഈ മെയിനായിട്ട് ഇതാ ഈ ഒരു വിൻഡോ കൂടെയുള്ള വീഡിയോസ് എടുക്കലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അത് അത്രയ്ക്ക് അങ്ങ് വീഡിയോസിലൊന്നും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഖത്തറിലോട്ട് വരുന്ന ടൈമിൽ ഫ്ലൈറ്റിൽ കയറിയ ടൈമിലാണെന്നുണ്ടെങ്കിൽ വിൻഡോ സീറ്റ് തന്നെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നൈറ്റ് ആയിരുന്നു കേട്ടോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ക്ലിയർ ആയിട്ടും ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹെൽത്തിന്റെ എന്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ വരുമ്പോൾ എടുത്തിട്ടുള്ള വ്ളോഗും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാനുള്ള ടൈമിലായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു പിന്നെ അവിടെ ഇറങ്ങലും പിന്നെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നത്തെ ലഗേജ് കളക്ട് ചെയ്യുമ്പോൾ എടുത്ത ക്ലിപ്പാണത്. പിന്നെ അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫാമിലിയൊക്കെ വന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോകുന്ന ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.